സ്നേഹിതത്തെ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇന്ന് സ്നേഹിത സ്ഥാപനം കാണാത്ത ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെയ്ലാത്ത നിങ്ങളെ ക്ഷണിച്ചു സ്നേഹിതയുടെ ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ആനക്കയത്തുള്ള നമ്മളെ ഈ ഹാളിലേക്ക് ക്ഷണിച്ചു. പക്ഷേ നമ്മൾ ആരും സ്നേഹിത കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം സ്നേഹിത പോയിട്ട് കാണാം, സ്നേഹിതയിലെ വിശേഷങ്ങൾ ചോദിക്കാം. ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുട്ടികളുടെ പ്രാക്ടീസിലാണ്. ഇവിടുത്തെ ഓരോ ഒരുക്കങ്ങളും അവിടെ ലൈലാത്തിയും ടീച്ചേഴ്സും അവിടെ കഴിയുന്ന പോലെയൊക്കെ ഒരു റെഡിയാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് സ്നേഹിത മൊത്തത്തിലൊന്ന് പോയിട്ട് കണ്ടിട്ട് സ്നേഹിത എന്തിനാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്, സ്നേഹിതനെ കൊണ്ട് എന്താണ് ഉദ്ദേശം, സ്നേഹിതയിൽ തരത്തിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്, എത്രമാത്രം കുട്ടികളാണ് ഉള്ളത് എന്നതിൻ്റെ എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് സ്നേഹിതന്റെ മുഴുവൻ വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് ഈ ഹാളത്തെ പ്രോഗ്രാമിലേക്ക് കടക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഒരുമിച്ച് നമുക്ക് സ്നേഹിതയിലൊന്ന് പോയി നോക്കാം. ഓക്കെ, അതല്ലേ ഇല്ലാത്ത പരിപാടി നാളെ നമ്മളെ പ്രോഗ്രാം അല്ലേ? നാളെ പരിപാടിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഈ സ്ഥാപനം വന്ന് കണ്ടതിനെ തുല്യമായിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ലൈലാത്ത നമുക്ക് പുറത്തുനിന്ന് വൃത്തിയായിട്ട് പറഞ്ഞു. കണ്ടുവരാം. ഇവിടെ കുട്ടികളൊന്നായിട്ടുള്ള യെസ്, എന്താണ് പരിപാടി? അപ്പൊ നാളല്ലേ ഓണത്തിന്റെ പരിപാടി? എന്താ ഡാൻസ് ഒക്കെ പഠിച്ചോണോ? അതെല്ലാവരും ഇവിടെ ഡാൻസിൽ വർത്താനം പറഞ്ഞ് വട്ടത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. സ്നേഹിത അത് ഓഫീസ്, ഇത് സ്നേഹിത പണ്ടത്തെ ഒരു വീടാണ് കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ കുറേ ആളുകൾ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടോ. സൈക്കിൾ ഉണ്ട്, പക്ഷേ സൈക്കിൾ ചവിട്ടാനുള്ള സ്ഥലമില്ല കേട്ടോ നമുക്ക്. പിന്നെ ഇതൊക്കെ വല്ല സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്ന ക്യാരംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ അതൊക്കെ അവർക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താനൊരു സൗകര്യം ഈ സ്ഥാപനത്തിനുള്ളിൽ ഇല്ല കേട്ടോ. അതുപോലെ ഹാൾ കേട്ടോ, പ്രാക്ടീസ് ചെയ്യണതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഈ റൂമിൽ നിന്നിട്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കിച്ചണാണ്. കിച്ചൺ കേട്ടോ. കുട്ടികളെല്ലാവരും അപ്പുറത്തുണ്ട്. ഇത് അതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെയാണ് ലോ യൂണിറ്റ് ആണ് കേട്ടോ. കുട്ടികളെല്ലാവരും ഉണ്ടാക്കും, നിർമ്മിക്കും. ബാക്കിൽ നമുക്ക് കുറച്ച് സൗകര്യമുണ്ട്. നമ്മൾ ഇവിടെയാണ് പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ കരുതിയത്. ലീലത, അപ്പൊ എന്തിനാണ് ഇത്രയും ആളുകൾ നമ്മൾ ഈ ഹാളില് ഒരുമിച്ച് കൂടിയത്, സ്നേഹിതയിൽ പോകാതെ ഇവിടെ ഒന്നും കൂടിയത്? ഒന്നാമത് നിറയെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മള് സ്നേഹിതയിൽ നമുക്കൊരു സൗകര്യമില്ല, സ്ഥലത്തിന്റെ പരിമിതി ഉണ്ട്. അത് മാത്രമല്ല മഴ ആകുമ്പോൾ, വെയിലാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തൊക്കെ കൂടായിരുന്നു. പക്ഷെ മഴ ആവുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. സ്നേഹിത എന്ന് പറഞ്ഞാല് ശരിക്കും എന്താണ്? സ്നേഹിത എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ജന്മന മാനസിക ബുദ്ധിമുട്ടുകളുള്ള പെൺകുട്ടികളുടെ സ്ഥാപനം. അവിടെ 18 വയസ്സ് മുതൽ ഉള്ള പെൺകുട്ടികളാണ്, ഏജ് ലിമിറ്റ് ഇല്ല. ടോട്ടലി നമുക്ക് എത്ര കുട്ടികൾ ഇവിടെ? ടോട്ടലി നമുക്ക് ഇവിടെ 32 കുട്ടികളുണ്ട്. 32 കുട്ടികൾ. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സഹായിച്ചിട്ട് തന്നെയാണ് ഇന്നുവരെ. ഇതുപോലെ നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളെ പോലെ കുട്ടികൾക്ക് ഇത് വൊക്കേഷണൽ കേന്ദ്രമാണ്. അതായത് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എങ്കിൽ കൂടി ഇവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവർക്ക് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോയിൽ കാണുട്ടോ, ഇതാക്കണം കേട്ടോ. നമ്മളെ കുട്ടികളെല്ലാരും നിങ്ങളെ ഇടയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അതായത് ഈ മക്കളുടെ ഒരു സന്തോഷമാണ് ഇപ്പൊ എന്റെ മാജിന്റെ ഒക്കെ സന്തോഷം. ഭയങ്കര പേടിണ്ടായിരുന്നു കുട്ടികൾ ഓട്ടോയിൽ പോയി വന്നിരുന്ന സമയത്ത്. പക്ഷെ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് നമുക്കൊരു വലിയൊരു ബസ്. അതെ, അന്ന് നമുക്ക് ഓട്ടോ ഓടിനേറ്റിന്റെ ഇരട്ടി ചെലവ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ ഫുൾ സേഫ് ആയിട്ട് പോകാൻ പറ്റും. എന്താണ് സ്നേഹിതന്റെ സൈഡിൽ ഒരു യെല്ലോ ക്ലൗഡ് എന്ന് കാണുന്നത് ലീലാത്ത? യെല്ലോ ക്ലൗഡ് ഇത് നമ്മുടെ പിന്നെ എന്താ പറയാ ചെറിയൊരു ബിസിനസ് സംരംഭമാണ്. ഈ കുട്ടികൾക്കും കൂടി ഒരു അനുഭവം ആവട്ടെ എന്നുള്ളൊരു നിൽക്കണം നമ്മളെ മക്കളെ. യെല്ലോ ക്ലൗഡ്. യെല്ലോ ക്ലൗഡ് യെല്ലോ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ആകാശത്ത് നോക്കുമ്പോൾ ഒരുപാട് മേഘങ്ങൾ പല തരത്തിൽ കാണാറുണ്ട്. പക്ഷെ മഞ്ഞ മേഘങ്ങൾ അപൂർവമായിട്ട് നമ്മൾ ഞാൻ തന്നെ സ്നേഹിത എന്നാരാണ് പേരിട്ട്? അതും ഞാൻ തന്നെ ആണ്. അപ്പോൾ സ്നേഹിത അങ്ങനെ വാനോളം പറന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിതന്റെ ബസ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നു. അതെ, പല സ്ഥലത്തുനിന്ന് ഇപ്പൊ ഇന്നലെ വ്യവസായ ഓഫീസിൽ പോയപ്പോൾ ശ്രീരാജ് സാറ് പറഞ്ഞു പിന്നെ ബസ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ബസ്സിന് ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങൾ താങ്ക്സ് പറയണേ. ഞങ്ങൾ ആൾ കേരള കുട്ടികളായിട്ട് ഒരു യാത്ര പോകണം, കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹപ്പുറത്ത് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. മക്കളാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മെഷീനറി വർക്ക് ചെയ്യിക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടുള്ളത്. അത് മാത്രമല്ല നമുക്ക് പേടിയും കൂടിയാണ്. ഫുൾ പഞ്ഞി ഒരു അങ്ങനത്തെ ഒരു ഫീല് വരുന്ന പില്ലോസ് വേറെ ആരും ചെയ്യാൻ സമ്മതിക്കൂല. കറക്റ്റ് ആയിട്ട് വെയിറ്റ് നോക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു. വർക്കൊന്നുമില്ലല്ലേ ഡാൻസ് പ്രാക്ടീസിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. യെല്ലോ ക്ലൗഡ് ഒരു ബ്രാൻഡിൽ ഞങ്ങൾ മൊത്തത്തിലൊരു സെയിൽ വരണം എന്നൊക്കെ ഒരു പ്ലാനിലുണ്ട്.
അപ്പോൾ ഇതാണ് യെല്ലോ ക്ലൗഡിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അന്ന് പ്രോഗ്രാം കാണുന്ന എല്ലാ ആളുകളും ഈ സ്ഥാപനം വിസിറ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. കാണാൻ ആഗ്രഹമില്ലൊക്കെ നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് നമ്മളെ ബസ്സിലൊന്ന് വന്നിട്ട് അത് നിർബന്ധമായിട്ട് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. എന്നാലും നമ്മള് സ്നേഹിതന്റെ ഓഫീസ് കണ്ടു, സ്നേഹിതന്റെ ഉൾവശങ്ങൾ കണ്ടു, സ്നേഹിതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യെല്ലോ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കണ്ടു. പിന്നെ കുട്ടികൾ ഞങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണേ, ഞങ്ങൾക്ക് ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുള്ളൂ. ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടത്. ഈ പരിപാടി ഇവിടെ വെക്കണം എന്നാണ് നമ്മളെ ഉദ്ദേശം. പക്ഷേ ഇവിടെ ഇതിന് വലിയൊരു സാമ്പത്തിക ഇതുണ്ട്. കുറെ ആളുകൾ നമുക്ക് എല്ലാ ഹെൽപ്പും തരുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ സ്നേഹിതയും ഈ കമ്പനിയും എത്തി നിൽക്കുന്നതും അതേപോലെ ഞങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു യോഗ്യതയിലേക്ക് എത്തിച്ചതിൽ നമ്മളിച്ച ഒരുപാട് നല്ല നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥര്, അതേപോലെ നല്ല നല്ല മനസ്സുള്ള ബിസിനസ്സുകാർ, നാട്ടുകാർ, ഒരുപാട് ആളുകളുടെ പിന്നെ സഹായത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഇത്രയും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ മക്കളെയും കൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്ര ഒരു ചുറ്റുമതിലില്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയില്ലേ സ്വർഗം പോലത്തെ ഒരു സ്ഥലമാണ് നമുക്ക് വേണ്ടത്. സ്ഥലം വേണം, കെട്ടിടം വേണം, അതേപോലെ തന്നെ ഈ മക്കളുടെ നിത്യ ചെലവിലേക്കുള്ള പിന്നെ സാമ്പത്തികമായി നമ്മൾ ഓരോ കുട്ടികളുടെ നമ്മൾ ഫീസുകളോ മറ്റു കാര്യങ്ങളൊന്നും വാങ്ങാതെ നമ്മൾ മക്കളെ നോക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ട്. പക്ഷെ ബുദ്ധിമുട്ടൊന്നും പറയാൻ പറ്റൂല. ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അതെ, ഒരിക്കലും ഇന്ന് നാളെ എങ്ങനെ പോകുന്നില്ലൊരു മനസ്സോടുകൂടിയില്ല. എന്തെങ്കിലും ഒരു പിന്നെ ഉപാധി പഠിച്ചവും കണ്ടിട്ടുണ്ടാവും. കാരണം സഹായിച്ച ഒരാൾക്കും ഇന്ന് വരെ വീണ്ടും ഇങ്ങോട്ട് വന്നു നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായില്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി. അപ്പൊ ഇതാണ് ചുരുക്കത്തിൽ സ്നേഹിത ഇല്ലാത്ത. അപ്പോൾ നമ്മൾ ബാക്കി കലാപരിപാടിയും ആയിട്ട് നമുക്ക് കാണാം. കുട്ടികൾ ഇപ്പൊ പെർഫോം ചെയ്യും, വേദിയിൽ കാണാം. ഓക്കെ, ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞ ആ സ്വപ്ന ബസ്